യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം. ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഒരു കന്യകയെ നോക്കും? ഉന്നതനായ ദൈവത്തിൽ നിന്നുള്ള എൻ്റെ ഓഫറും സർവശക്തിയിൽ നിന്നുള്ള എൻ്റെ അവകാശവും എന്തായിരിക്കും? നീതി കെട്ടവന് അപകടവും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവും സംഭവിക്കുകയില്ലേ? അവിടുന്ന് എൻ്റെ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും എൻ്റെ കാലടികൾ എണ്ണുകയും ചെയ്യുന്നില്ലേ? ഞാൻ കപടതയോടുകൂടെ സഞ്ചരിക്കുകയും എൻ്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കുവാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം എൻ്റെ നിഷ്കളങ്കത അറിയേണ്ടതിന് എന്നെ കപടമില്ലാത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ. ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ കരങ്ങൾ കളങ്കരഹിതമാണെങ്കിൽ, ഞാൻ വിതച്ചത് അന്യൻ അനുഭവിക്കട്ടെ. എൻ്റെ വിള വേദനയോടെ നശിക്കട്ടെ. എൻ്റെ ഹൃദയം സ്ത്രീയിൽ വശീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂട്ടുകാരൻ്റെ വാതിൽക്കൽ ഇരുന്നെങ്കിൽ, എൻ്റെ ഭാര്യ അന്യനു വേണ്ടി ധാന്യം പൊടിക്കട്ടെ, അന്യർ അവളുമായി ശയിക്കട്ടെ. എന്തെന്നാൽ അത് ഹീനമായ കുറ്റമായിരിക്കും. ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട അകൃത്യം നരകത്തിലെന്ന പോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത്. എൻ്റെ സമ്പത്ത് അത് നിർമൂലമാക്കും. പരാതിയുമായി എന്നെ സമീപിച്ച ദാസൻ്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും? അവിടുന്ന് അന്വേഷണം നടത്തുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും? അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയവർ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത്? അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും രൂപം നൽകിയത് ഒരുവൻ തന്നെയല്ലേ? പാപങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ, വിധവയുടെ കണ്ണുകൾ അന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് എൻ്റെ ഓഹരി ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, യൗവനം മുതൽ അവനെ ഞാൻ പിതാവിനെ പോലെ പോറ്റുകയും ജനിച്ചപ്പോൾ മുതൽ നയിക്കുകയും ചെയ്തു. വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ, എൻ്റെ ആടുകളുടെ രോമം അവന് ചൂട് പകർന്നിട്ടില്ലെങ്കിൽ, വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ തോളിൽ നിന്ന് തോൾപ്പലക വിട്ടുപോകട്ടെ, എൻ്റെ കരം അതിൻ്റെ കുഴിയിൽ നിന്ന് വേർപെട്ടു പോകട്ടെ. ദൈവത്തിൽ നിന്നുള്ള വിനാശത്തെക്കുറിച്ച് ഞാൻ ഭീതിയിൽ മുഴുകിയിരിക്കുന്നു. അവിടുത്തെ പ്രഭാവത്തിൽ അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സ്വർണമായിരുന്നു എൻ്റെ ആശ്രയമെങ്കിൽ, തങ്കത്തിൽ എൻ്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ, എൻ്റെ സമ്പത്ത് വലുതായിരുന്നുകൊണ്ടോ എൻ്റെ കൈകൾ ഏറെ ധനം വന്നു ചേർന്നതുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ, സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിന് ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട കാര്യം കുറ്റകരമായിരിക്കുന്നു. എന്തെന്നാൽ അത് ഉന്നതമായ ദൈവത്തെ ശിരസിലാക്കുമായിരുന്നു. എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചിരുന്നെങ്കിൽ, അവൻ്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചിരുന്നെങ്കിൽ, അവന് പ്രാണഹാനി വരുത്തുവാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ നാവിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല. അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എന്ന് എൻ്റെ കൂടാരത്തിലെ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ, പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല. വഴിപോക്കൻ ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട്. എൻ്റെ അകൃത്യങ്ങളെ ഹൃദയത്തിൽ ഒളിച്ച് എൻ്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഞാൻ മറച്ചിട്ടുണ്ടെങ്കിൽ, ആൾക്കൂട്ടത്തെ ഭയപ്പെടുകയും മറ്റു കുടുംബങ്ങളുടെ ദ്വേഷത്തിൽ ഭീതി തോന്നുകയും ചെയ്തത് ഞാൻ മൗനം അവലംബിക്കുകയും വാതിലിന് വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്തെങ്കിൽ, എന്നെ ശ്രവിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ, ഇതാ എൻ്റെ കയ്യൊപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ. എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ, ഞാൻ അതെൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു. കിരീടം പോലെ ഞാൻ അതിനെ എന്നേക്കും ചേർക്കുമായിരുന്നു. എൻ്റെ പ്രവൃത്തികളുടെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുമായിരുന്നു. രാജകുമാരനെ പോലെ ഞാൻ അവിടുത്തെ സമീപിക്കുമായിരുന്നു.
എൻ്റെ വയലുകൾ എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉഴവുചാലുകൾ ഒന്നായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ ഞാൻ വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഉടമസ്ഥരുടെ മരണത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ, ഗോതമ്പിന് പകരം മുള്ളുകളും ബാർലിക്ക് പകരം കളകളും വളരട്ടെ. ജോബിൻ്റെ വാക്കുകളുടെ സമാപ്തി. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.